ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്യാമറ വെക്കാനായിട്ടൊരു മോണോപോഡ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്, മോണോപോഡിൽ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം വന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഇത്ര ദൂരത്തിൽ പോയി വെച്ചിട്ട് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടാണ്. ഹെഡ്ഫോൺ വെച്ചൊരു ഫോണിലേക്ക് റെക്കോർഡ് ചെയ്തിട്ടാണ് വീഡിയോയിൽ ഓഡിയോ സിങ്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു മൈക്ക് ഉണ്ട്, ബോയയുടെ ഒരു മൈക്ക് ഉണ്ട്. ഇത് ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇത് ഇന്ന് ഞാൻ റിപ്പയർ ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് എന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ ഇതിന് ഫസ്റ്റ് വരുന്ന കംപ്ലയിൻറ്റ്സ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ബാറ്ററി, ഇതിനുള്ളൊരു ബാറ്ററി ഉണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ചെറിയൊരു ബാറ്ററി വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെന്ന് ആദ്യം വിചാരിച്ചു. ബാറ്ററി മാറ്റിയിട്ടൊന്നും വർക്ക് ചെയ്യണില്ല. പിന്നെ വയർ എവിടെയോ കട്ടാണെന്നാണ് പിന്നെ വിചാരിക്കുന്നത്. പക്ഷേ ഇത് വയർ കണക്ട് ചെയ്യുമ്പോൾ അത് കണക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ ഇതിൽ ഓണായി വരുന്നുണ്ട്. എന്തോ ഷോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് അയച്ചിട്ട് ഇത് റിപ്പയർ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൈക്കിൽ നമുക്ക് ആകെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അഴിച്ച് മാറ്റി ഈ ഒരു ബാറ്ററി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഞാൻ ഓൾറെഡി ഇപ്പോൾ പുതിയത് ഇട്ടതാണ്, എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇത് അഴിക്കണമല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ഇവിടെ മെറ്റൽ ഉണ്ട്. ഇതൊരു മെറ്റൽ പാർട്ടാണ്. അപ്പോൾ ഇനി ഇത് അഴിക്കാൻ ഇവിടെ ആകെ ഉള്ളതൊരു സ്ക്രൂ മാത്രമാണ്. ഇത് അഴിക്കാനാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് അഴിച്ച് മാറ്റി ഇപ്പോൾ കണ്ടോ, ചെറിയൊരു ഇളക്കം കണ്ടോ. ഇതാണ് നമ്മുടെ ഒരു നമുക്ക് അഴിക്കാൻ പറ്റിയൊരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ അഴിക്കാൻ തരില്ല, കാരണം ഈ ഒരു സ്വിച്ച് ഇവിടെ ഒരു തടസ്സം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെ അഴിക്കാൻ നോക്കാം. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ക്ലോത്ത്, ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ഊരി മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാം. ഇതെവിടെ വയറൊക്കെ ഉണ്ട്, ഇത് വിട്ടു പോയതാണ് എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല. ഇത് വല്ല പണിയുള്ള പരിപാടി ഒന്നുമല്ല കേട്ടോ. ഇത് ഞാൻ കുറേ നേരം കുത്തി താത്തി ഇങ്ങനെ ഊരിയെടുക്കാൻ നോക്കി. ഇതാകെ ഈ സ്വിച്ച് ഇങ്ങനെ പൊക്കിയെടുത്താൽ അതാ സംഭവം സിമ്പിളായിരുന്നു. ഇത്രയുള്ളൂ. അതിനാണ് ഞാൻ ഈ കിടന്ന് ഇത്രയും മെനക്കെട്ടത്. അപ്പോൾ ദേ ഊരിപ്പോന്നു. ഇതാണ് മൈക്കിൻ്റെ ഉള്ളിലെ ബോർഡ്. എന്തോ ഒരു കൺട്രോളർ സംഭവം ബോർഡൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഊരി മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് മൈക്കിൻ്റെ ബോർഡ്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇതാണ് കണ്ടിന്യൂറ്റി ടെസ്റ്ററൊക്കെ ഉണ്ടായത് കേട്ടോ. അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടാകും, ജസ്റ്റ് ഒരു LED മാത്രമാണ്. എന്നിട്ടൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വയർ ഫുള്ളൊന്ന് ഡീസോൾഡർ ചെയ്യാം, എന്നിട്ട് ശരിയാക്കാം. എന്തായാലും ഇതൊന്ന് ഫുള്ള് ഒന്ന് ഡീസോൾഡർ ചെയ്ത് നോക്കട്ടെ, എന്താ അവസ്ഥ എന്നറിയാലോ. അപ്പോൾ ഇതിന് മേലേക്കുള്ള ഈ ഒരു മൈക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഇതാണ് കംപ്ലൈൻ്റ് ആയത്. ഇത് കണ്ടിന്യൂറ്റി കാണിക്കണില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇത് പൊട്ടിച്ചിട്ട് പുതിയ ഒരു വയർ ഇതിലൊന്ന് സോൾഡർ ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ ഓൾറെഡി സീൽഡ് ആയതുകൊണ്ട് ഇതൊന്ന് പൊട്ടിക്കും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റൊന്നും കിട്ടില്ല. ഇനി വലിയ വൃത്തിയൊന്നും വേണ്ട, നല്ല ഫോമൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് അടച്ചെടുത്താൽ വലിയ വൃത്തിയൊന്നും വേണമെന്നില്ല. സംഭവം വർക്കായി കിട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും ബാക്കിയൊന്ന് നോക്കട്ടെ. അപ്പോൾ സംഭവം പിടികിട്ടി. ഇത് കണ്ട, മൈക്കിൻ്റെ അവിടെ നിന്നുള്ള വയർ വിട്ടുപോയായിരുന്നു കണ്ടോ. 2 വയറേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഒരു അറ്റത്ത് ഈ ഒരു എൻഡിൽ 3 വയർ കാണിക്കുന്നുണ്ട്. എന്താ അറിയില്ല. എന്തായാലും മൈക്കിൽ നിന്ന് ഈ സാധനം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഇനി ഇത് പുറത്തെടുത്തിട്ട് സോൾഡർ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇതിൻ്റെ മൈക്കിൻ്റെ പ്രിൻ്റ് അടക്കം പോകുന്നെങ്കിൽ നമുക്ക് ഈ മൈക്കൊന്ന് മാറ്റി വേറെ മൈക്ക് വെക്കേണ്ടി വരും. അപ്പോൾ ഇത് മൈക്ക് പുറത്തെടുത്തിട്ടുണ്ട്. സംഭവം ഉദ്ദേശം അത് തന്നെയാണ്. മൈക്കിൻ്റെ ഒരു പ്രിൻ്റ് പോകുന്നുണ്ട്. ആ പ്ലസിൻ്റെ പ്രിൻ്റ് ഫോക്കസായോ, ആ പ്ലസിൻ്റെ പ്രിൻ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ മൈക്ക് നേരെ മാറ്റി ഒരു പഴയൊരു മൈക്ക്, ഒരു പഴയൊരു ഗെയിം പ്ലെയർ എന്നുണ്ട്, അത് ഊരെടുത്തിടാം. പഴയ മൈക്ക് മാറ്റി പുതിയ മൈക്ക് വെച്ചു. ഇനി പഴയത് വേണ്ട. ഇനി ഇതിൻ്റെ ആ ഒരു സ്പോഞ്ചും ക്യാപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ വെറുതെ വീണ്ടും അഴിക്കേണ്ടി വരില്ലേ. വയറിന് ഒരു കുഴപ്പമില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് വയർ ഓക്കെ ആയി. ഇനി ഇത് ഇതിലേക്ക് ഇട്ടെടുത്തു, മൈക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിതിൽ സേഫാക്കിയിട്ട് ഒന്നങ്ങോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ സംഭവം ഇപ്പോൾ ഓക്കെയാണ്. മൈക്ക് ഇപ്പോൾ ഓക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒട്ടിക്കണം. ഒട്ടിച്ചുകൊണ്ട് ഇതിനോട് ഒട്ടിക്കണം. ഇനി കണ്ടിന്യൂറ്റി ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം സോൾഡർ ചെയ്ത് വെച്ച് ഇനി തിരിച്ച് സ്ക്രൂ ഒക്കെ ഒന്ന് ഇട്ടിട്ട്
ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം സക്സസ് ആയി. ഇവിടുത്തെ കംപ്ലയിൻ്റ് ആയിരുന്നു, പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയെല്ലാം പഴപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി ഈ ബോയ മൈക്രോഫോൺ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണിപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് സാധാ പോലെ നമുക്ക് കോളറിൽ വെച്ചിട്ട് നമുക്ക് പഴയ പോലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. ഇതേപോലെ ഇനി നമുക്ക് വീഡിയോസ് എടുക്കാം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് പുറത്തിറങ്ങാതെ അകത്തുനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.